അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും അമ്മ. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാവും. എന്തറിയോ, വേനൽക്കാലൊക്കെ അല്ലെങ്കിൽ അമ്മ ഭയങ്കര റെസിപ്പി ആയിട്ടല്ലേ വരും. എന്റെ അമ്മ എന്തിനാ ഈ ആണി അടിക്കുന്നത്? അല്ലെങ്കിൽ അമ്മ അറബി രാഷ്ട്രത്തിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം കൊണ്ടാണല്ലോ അമ്മ വരിക. കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇവിടെ കാണില്ല, കഴിക്കില്ല. അതിന് ഇതാണ്ടോ വഴുതനങ്ങ. ഇതിനെതാ ഇത്ര സിമ്പിൾ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അത് കാണണ്ട്, ഉടയാൻ പാടില്ല. പിന്നെ വേവിച്ച പരിപ്പ്, അത് നോക്കിയാൽ അമ്മക്ക് ഓർമ്മ വരില്ല കേട്ടോ. പിന്നെ എന്താ ഉള്ളത് നോക്ക, വേവിച്ച പരിപ്പ്. പിന്നെ ആലോചിച്ചിട്ട് തക്കാളി. തക്കാളി കുറച്ച് പച്ചയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, പക്ഷെ പച്ച കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പഴുപ്പ് കുറവുള്ളത് എടുത്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, മല്ലിയില, മഞ്ഞപ്പൊടി, കടുക്. പച്ച കിട്ടും കേട്ടോ, വേണം അമ്മയ്ക്ക്? അല്ല, ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതെ, ഇപ്പല്ലേ കിട്ടും, കൃഷിയെടുത്ത് പോയാൽ മതി. കിട്ടുകയാണെങ്കിൽ അതാ നല്ലത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അമ്മയോട്. അപ്പൊ ഇതില് വേറെ ഒരു മസാലയും ഇല്ല കേട്ടാ. ഒരു മഞ്ഞപ്പൊടി, കടുകും, ഉപ്പും, ഇത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അമ്മ വെസ്റ്റേൺ മസാലയും കൊണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ. എന്റെ അമ്മ ഇത് തന്നെയല്ലേ എന്നും കാണിക്കാറ് മസാല. അമ്മ മത്തങ്ങ ഇഷ്ടമാണോ നമുക്ക്? മത്തങ്ങ പിന്നെ എനിക്കിഷ്ടം, നല്ല ഇഷ്ടാ. പച്ച മത്തങ്ങ, പഴുത്ത മത്തങ്ങ. പഴുത്തത് അത്ര ഇഷ്ടമല്ല, പച്ച മത്തങ്ങ ഇഷ്ടം. ഈ മത്തങ്ങ പോലെ ഉണ്ടായണ്ട അമ്മ വേനൽക്കാലത്ത് വെണ്ടയ്ക്ക പോലെ ആയല്ലോ പറയാം. വെണ്ടയ്ക്ക ഇഷ്ടല്ലേ അമ്മയ്ക്ക്? അല്ലേ? എന്താ ഈ ചെക്കൻ, ഈ ചെക്കൻ ക്യാമറ ഓടിക്കാൻ നിൽക്കുകയാണോ അപമാനിക്കാൻ നിൽക്കുകയാണെന്ന് ഒരു പിടിയും കിട്ടില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ. എനിക്കത് കേട്ട് എൻ്റെ അല്ല അമ്മ ആ പറച്ചിൽ നിർത്തിയല്ലോ, ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പോൾ കേൾക്കണവരോ വിചാരിക്കും ഈ ചേച്ചിയുടെ വീട്ടിൽ മാത്രം ശുദ്ധ വെളിച്ചെണ്ണ, ഞങ്ങളൊക്കെ എന്താ അല്ലേ? അങ്ങനെ ചിന്തിക്കില്ലേ? സ്വാഭാവിക ആൾക്കാരങ്ങനെ വിചാരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ആൾക്കാരെ വിചാരിക്കും എന്താ ഈ ചേച്ചി ഇങ്ങനെ എപ്പോഴും ഒരു എണ്ണ വയ്ക്കും. അതിപ്പോ കുറച്ചല്ലേ ആയിട്ടുള്ള നിർത്തിയിട്ട്. അല്ല അമ്മയ്ക്ക് വെണ്ടയ്ക്ക ഇഷ്ടല്ലേ? മുരിങ്ങിക്കായോ? പിന്നെന്താ മത്തങ്ങ പോലെ ഉള്ള അമ്മ വെണ്ടയ്ക്ക പോലെ ആയി പറയുമ്പോ അമ്മനെ മുഖം മാടിയത്? അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ച് അമ്മക്ക് ഇഷ്ടാവില്ല? പച്ചക്കറി അമ്മ മനുഷ്യളാണോ? അതെപ്പോ മനസ്സിലായി അമ്മക്ക്? എന്നോ മനസ്സിലായല്ലമ്മ. അല്ല പിന്നെ നീ മനുഷ്യനാണോ എന്നൊരു സംശയം മാത്രം അമ്മക്ക് ഇനിയും ബാക്കിയില്ല അല്ലമ്മ. എന്നമ്മ എന്നെ പ്രസവിക്കുമ്പോ അതെയോ? ശരി. അല്ല എന്നെ പ്രസവിക്കുമ്പോ കൊമ്പോ വാലോ വല്ലതുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അമ്മക്ക് അങ്ങനെ ഒരു സംശയം ഞാൻ മനുഷ്യനാണോന്ന്? എന്താ അതാണ് ഈ ബുദ്ധിപൂർവ്വം ആരംഭിക്കുക, ബുദ്ധിപൂർവ്വം ആരംഭിക്കുക എന്നൊക്കെ പറയും. എന്താവും? കരങ്ങും അത് കിടന്നിട്ട്? അല്ലെങ്കിൽ വഴുതനങ്ങ കരങ്ങും? കറക്കും. ഓ ബ്ലാക്ക് കളറാവുന്നു, അങ്ങനെ കറക്കും. ഞാൻ വിചാരിച്ചു വഴുതനങ്ങ എന്താ പമ്പരോ, അല്ലെങ്കിൽ വഴുതനങ്ങ കരങ്ങും പറയാം. ഇതൊക്കെ എന്താ എത്ര വലിയ പീസാക്കിയത്? തക്കാളി ആയാലും തക്കാളി ആയാലും വഴുതനങ്ങ ആയാലും വലിയ വലിയ പീസാണോ? ഞങ്ങൾക്ക് കഴിക്കാനാണോ പശുവിന് കഴിക്കാനാണോ? അപ്പൊ ചെറിയ കഷ്ണാക്കുമ്പോ അത് ഉടഞ്ഞിരിക്കുന്നത്, ഉടഞ്ഞ് കലങ്ങരുത്. അപ്പൊ കുറച്ച് വലിയ കഷ്ണാക്കും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. ആക്കുന്നവർക്ക് ചെറിയ കഷ്ണാക്കുകയൊക്കെ ചെയ്യാം, അത് ഞാൻ വേണ്ടാന്ന് പറയല്ല. പക്ഷെ ഇങ്ങനെ വെക്കുന്ന കറിക്ക് എല്ലാരും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുക. അല്ല അമ്മ ഈ എല്ലാരും ഇതൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോയി നിൽക്കുമായിരുന്നു അമ്മ? അതല്ല, അവിടെയൊക്കെ അങ്ങനെ വെക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ? എന്റെ കർണാടകയില്. അപ്പൊ ഈ കേരളം നമ്മുടെ അല്ല? അല്ല അമ്മ ജനിച്ച് അല്ല ഒരു തിരുത്തലുണ്ടായത്. അമ്മ ജനിച്ചത് ഇവിടെയാണ്, വളർന്നത് അവിടെയാണ്. ജനിച്ചിട്ട് 1 വയസ്സായ കുട്ടിയാകുമ്പോ ഞാൻ പോയതല്ലേ അതന്നെ. 1 വയസ്സിലല്ലല്ലോ അമ്മ ജനിച്ചത്. അപ്പൊ ജനിച്ചത് എവിടെയാണല്ലോ, വളർന്നത് അവിടെയാണല്ലോ, ഇപ്പൊ ജീവിക്കണത് എവിടെയാണല്ലോ. അപ്പൊ അമ്മ എവിടെയുണ്ട്? അവിടെയുണ്ട്, ഇവിടെയുണ്ട്.
മനസ്സിലായില്ലേ? അപ്പം എന്താ എൻ്റെ കേരളം എന്ന് പറയാത്ത എൻ്റെ കർണാടക എൻ്റെ കർണാടക പറയാറുണ്ടല്ലോ നമ്മുടെ കേരളം, അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ പറയാണ്ടിരിക്കുമോ? അപ്പോൾ ഇതിലെന്താ അറിയോ, നമുക്ക് ഈ പച്ചമുളകാണ് ഇതിന് എരിവ്, അല്ലാണ്ട് ഇതിന് വേറെ ഒരു മസാല ഇടുന്നില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ്. അപ്പോൾ അത് ആവശ്യത്തിന് എരിവിന് എത്ര വേണോ അത്ര പച്ചമുളക് നിങ്ങൾ ഇട്ടിട്ട് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ. അതൊക്കെ അമ്മയുടെ ഇഷ്ടം, അടച്ചു വെക്കണത് അടച്ചു വെക്കാണ്ടിരിക്കണതൊക്കെ. ഞങ്ങൾ ചിലപ്പോൾ അടച്ചു വെച്ചില്ല എന്ന് വരും. അടച്ചു വെച്ചു ഞങ്ങളുടെ ചിലപ്പോൾ അടച്ചു വെച്ചില്ല എന്ന് വരും. മനസ്സിലായില്ലേ? ഞങ്ങളെ പഠിപ്പിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അടച്ചു വെച്ചില്ല എന്ന് വരും. അപ്പം അമ്മ ചോദിച്ചു, അല്ല ഞങ്ങൾ ചിലപ്പോൾ അടച്ച് ഞങ്ങൾ അടച്ച് ചെറുതായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ദ്രോഹിയാണ് ദ്രോഹി. ഇട്ടുകൊടുക്കാമോ? ഇട്ടുകൊടുക്ക്, എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇനി എന്താണോ? എന്നാ ഞാൻ എന്താ പോണു. ആ ആ അത് വേണം. അതെ അതെ, ആൾക്കാരെ എങ്ങനെയെങ്കിലും ബോറടിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കട്ടെ. കേട്ടു. ഓ പിന്നെ കേൾക്കാതിരിക്കാൻ ചെവിയുണ്ട്, അത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ തന്നെ വേവട്ടെ. ഇല്ലെങ്കിൽ വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ചില വഴുതനയ പെട്ടെന്ന് വേവേ, ചിലത് പെട്ടെന്ന് വെന്തില്ലെങ്കിൽ അപ്പം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതിന് വേവുകയാണെങ്കിൽ വേണം. അച്ഛന് എടിയമ്പുജ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്താ പ്രതികരിക്കാത്തത്? അത് എന്തായാലും വിളിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല അമ്പുജ കുട്ടി കഥ പറയാ, ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരാളിനെ ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. ഒരു വ്യതയാണ്. 2 മക്കളും ഭാര്യയും ഭർത്താവും ഒരു കുടുംബം. അപ്പൊ ഭർത്താവിന് നല്ല ജോലിയാണ്. ഈ 2 മക്കളോ? 2 മക്കൾ. ആ മക്കളോ പെൺമക്കളോ? വ്യക്തമായിട്ട് അറിയണല്ലോ ഏതാ ഈ കഥ എന്നുള്ളത്. അല്ല, ഒരാണ് ഒരു പെണ്ണാണോ, 2 ആണാണോ 2 പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചാണ്. കഥയിലെ മക്കൾ മാത്രം. ഭർത്താവിന് നല്ല ജോലിയാണ്, ഭാര്യ ഹൗസ് വൈഫാണ്. അപ്പോ ഈ വീട്ടിൽ ഇവര് എവിടേക്കെങ്കിലൊക്കെ അങ്ങനെ പോവില്ലേ, ഭാര്യയെ കൂട്ടിയിട്ട് ചില ഫംഗ്ഷനുകൾക്കൊക്കെ പോവുമല്ലോ, പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കില്ലേ, അപ്പൊ നമ്മളൊക്കെ പോകുമ്പോൾ ചോദിക്കില്ലേ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന്. എന്നോട് എത്ര പേര് ചോദിച്ചു. അത് അമ്മേനെ കണ്ട അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് ചോദിക്കണം, ഒരു ജോലി എനിക്ക് തോന്നുന്നു. അമ്മ ഭയങ്കര വലിയൊരു ഉദ്യോഗസ്ഥയാണെന്ന് ആരെ കണ്ടാലും ഒന്ന് തോന്നിപ്പോവും. എനിക്ക് വയ്യ. അല്ല അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞോളൂ. ചോദിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അമ്പുജാക്ഷര അമ്മയുടെ ആണോ അപ്പുറത്ത് കാണുന്ന ആക്രി കടലൊക്കെ ചോദിച്ചിട്ടില്ലേ? അത് അപ്പുറത്ത് കാണുന്ന തുള്ളി വെള്ളം വെച്ചെടുക്കാം. എന്താ പറയുക, പെട്ടെന്ന് വേവില്ല, ഇതിലെന്നെ വേവില്ല. അപ്പൊ ഈ വെള്ളത്തിൽ വേണം. ഇങ്ങനെ ഒന്ന് നന്നായി വേവട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഒന്ന് ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ കണ്ടാൽ തോന്നിയെന്ന് വരും. അപ്പോ അതൊരു തെറ്റൊന്നുമില്ല കേട്ടോ. ഭർത്താവിന്റെ കൂടെ പോകുമ്പോ ചോദിക്കും, മിസ്സസിന് ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. അവള് വീട്ടിലാണ്, ഹൗസ് വൈഫാണ്. ഒരു എന്താ പറയാ, ഒരു പുച്ഛത്തോടെ ഹൗസ് വൈഫാണ് അങ്ങനെ പറയും. ഒരു വിലയില്ലാതെ പറയുന്ന രീതിയിൽ വലിയ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പറയും അവിടെ എല്ലാവരും വരും, വലിയ വലിയ ആൾക്കാരാണ്, അവരുടെ ഭാര്യമാർക്കൊക്കെ ജോലിയുണ്ട്. അപ്പൊ നീ വരണ്ട എന്താ പറഞ്ഞാൽ അവിടെ പോകുമ്പോ എല്ലാവരും ചോദിക്കും, അപ്പൊ ഹൗസ് വൈഫാണെന്ന് പറഞ്ഞോളൂ നിർത്തണം. അത് ശരിയല്ല, വരണ്ടാവും. സാധാരണ വല്ല ഫംഗ്ഷന് കുടുംബത്തിൽ അത്ര മോശമോ ഈ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോഴോ? അതാ ചിലരുടെ ധാരണ. ഇയാള് വലിയ ഓഫീസറല്ലേ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഭാര്യ അതൊക്കെ അവർക്ക് ശീലായി, എന്തോ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലായി. അപ്പോ പ്രതികരണ ശേഷി ഇല്ലാത്ത ഭാര്യ. പ്രതികരണ ശേഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പറയുമ്പോ പറയുന്നവര് പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യുന്നത് ശരിയാന്നുള്ള രീതിയിൽ വഴക്കും വയ്യവര് വേണ്ടാന്ന് വിചാരിക്കുന്നവര് അങ്ങനെയൊക്കെയാണ്. പറയാം നിങ്ങൾക്ക് എന്താ അത്ര മടി അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയുന്ന പെണ്ണുങ്ങൾ എല്ലാവരും ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ ആ സ്ത്രീ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ രാവിലെ ടിഫിനൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇയാൾ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇയാൾ വിളിച്ചു പറയാണ്, ഒരു 3 ഗസ്റ്റ് ഉണ്ടാവും, എൻ്റെ ഒരു ഫ്രണ്ടും ഭാര്യയും മോളും കൂടി വന്നിട്ടുണ്ട് വേറെ ഏതൊരു സ്ഥലത്ത് നിന്ന്. അപ്പൊ അവരിന്ന് നമ്മുടെ വീട്ടിൽ ലഞ്ചിനുണ്ടാവും, നീ എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പൊ ഒരു 1 മണിക്കൂർ സമയമുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ ഒരാൾ വരിക എന്ന് പറയുമ്പോ.
അപ്പോൾ ഈ സ്ത്രീ പാവം വേഗം എല്ലാം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീടൊക്കെ നല്ല വീട് എന്തായാലും ഒരാൾ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഒന്നും കൂടി ഒന്ന് ഒതുക്കി വെക്കും. എല്ലാം ഒന്ന് വൃത്തി ഒതുക്കിയൊക്കെ വെക്കും. വൃത്തി ഉണ്ടെങ്കിലും കൂടി നമ്മളൊന്ന് വീണ്ടും ഒന്ന് മോടി പിടിപ്പിക്കാൻ നോക്കുമല്ലോ. അങ്ങനെ അപ്പൊ അതൊക്കെ ചെയ്ത് ഇവരും കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കണം. അപ്പൊ ഇവര് വന്നപ്പോ തന്നെ ഇവർക്ക് വീടൊക്കെ കണ്ടപ്പോ എല്ലാ സ്ഥലത്തേക്കും പെണ്ണുങ്ങളല്ലേ, ഒരു മോളും ഭാര്യയല്ലേ അയാളുടെ ആ ഫ്രണ്ടിന്റെ. അപ്പൊ അവരെല്ലായിടത്തും നോക്കിയിട്ട് നല്ല അടുക്കും ചിട്ടയോടെ വെച്ചിട്ടുണ്ട് വീടൊക്കെ. അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. എന്ത് വൃത്തിയായിട്ടാ വീട് വെച്ചിരിക്കുന്നത്. അവൾക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, വീട്ടിലല്ലേ, വേറെ ജോലിയൊന്നുമില്ലല്ലോ പറയും ഭർത്താവ്. അയാൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് നന്നായി എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യനെയല്ലേ പറയുന്നത്, അതിന് സന്തോഷിക്കല്ലേ വേണ്ട. അപ്പൊ അയാൾ അങ്ങനെ പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഊൺമേശ ഡൈനിങ് ടേബിളിൽ വന്നപ്പോ നിറയെ വിഭവങ്ങൾ. ഇത്രയും സമയം കൊണ്ട് ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയോ, അയ്യോ നല്ല മിടുക്കിയാണല്ലോ ചേച്ചി എന്ന് പറയും. അപ്പൊ അതിപ്പോ അത്ര വലിയ കാര്യ, ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാക്കണത് എന്താ ഇത്ര വലിയ കാര്യമാണോ അത് അറിയാം. അപ്പൊ ഭർത്താവ് പറയും, ആ സ്ത്രീയുടെ ഭർത്താവ് പറയും, എന്നാലും ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലിക്കാരുണ്ട്, എന്നിട്ടും കൂടി ഇത്ര കാര്യങ്ങളൊന്നും ആരെങ്കിലും വന്നാൽ നമുക്ക് ഒരുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ പറയും, അതിന് തന്റെ ഭാര്യക്ക് ജോലിയില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, ഓഫീസിൽ എന്തുമാത്രം തലചൂടുള്ള ജോലികളായിരിക്കും നമുക്കൊക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വീട്ടിൽ തന്നെയല്ലേ, പിന്നെന്താ ആവശ്യത്തിലേറെ സാധനങ്ങൾ വീട്ടിലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കിയ പോരെ. എന്ന് പറഞ്ഞിട്ട് ഹൗസ് വൈഫ് എന്നുള്ള പേരിനോട് മൂപ്പർക്ക് ഇത് ഒരു പണിയില്ലാത്തൊരു പണിയാണ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു പണിയാണ്. നമ്മളെ പോലെ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് റിസ്കുകളില്ല, പുറത്തുള്ള കാര്യങ്ങളൊക്കെ നേരിടണം, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിലെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ സുഖമായ ഒരു ജോലിയാണെന്നാണ് മൂപ്പറിന്റെ വിചാരം. എന്നെപ്പോലെ അരമണിക്കൂർ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ധാരണ മാറും. നിൽക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് സ്വാഭാവികമായിട്ട് അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊന്ന് നന്നായി തിളച്ച് ശരിയാവട്ടെ കേട്ടോ. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു വിഷമം തോന്നി. ഈ ദിവസം ഇവർക്ക് എന്നെ ഒരു വിലയില്ലാത്ത പോലത്തെ സംസാരമുണ്ട്, എന്നാലും ഒരാൾ വന്ന സമയത്ത് അവരൊരു നല്ല വാക്ക് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലൊരു വിഷമം തോന്നി. അവരെല്ലാം നല്ലതൊക്കെ പറഞ്ഞിട്ട് എന്തെന്നെയാണെങ്കിലും ജോലി തന്നെയല്ലേ, അവര് നല്ലൊരു കുടുംബിനി എന്നൊക്കെ പറഞ്ഞ് അവര് പുകഴ്ത്തിട്ട് പോയി. അപ്പോഴും ഇയാൾക്ക് ഒരു വിലയില്ലാത്ത പോലെയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ ഓഫീസിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയി. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ ഗേറ്റ് ഫുള്ള് മലക്കെ തുറന്നിട്ടിരിക്കണു. 2 കുട്ടികളവിടെ നിന്നിട്ട് കളിക്കുന്നത്. പക്ഷെ അത് ഇയാളുടെ മക്കളാണെന്നും കൂടെ ഇയാൾക്ക് മനസ്സിലാവില്ല. മണ്ണിൽ പെരണ്ട് ചളിയായ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് സ്വന്തം മക്കളെ കണ്ടറിഞ്ഞില്ല. അങ്ങനെ ഒരു വേഷത്തില്ല. പിന്നെ നോക്കുമ്പോ ഇയാളുടെ മക്കളാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ, എവിടെയാ നിങ്ങളുടെ അമ്മ എന്ന് പറയും. അമ്മ അവിടെ അകത്തുണ്ട്. വേഗം ഉള്ളിൽ കയറി. അവിടെ പോയപ്പോ ഹാളില് നിറയെ അവിടെ TV ഓൺ ചെയ്ത് കിടക്കണു, ഫാൻ ഓൺ ചെയ്ത് കിടക്കണു, പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കണു. ഈ ഫർണിച്ചറൊക്കെ ഉള്ള സ്ഥലത്തൊന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട് കുട്ടികളെ കളിച്ചിട്ട്. അങ്ങനെയൊക്കെ കിടക്കുന്നു. ആകെ അലങ്കോലം. ഇവിടെ പോയി ഈ വീടിനെ ശ്രദ്ധിക്കാണ്ട് മക്കളെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ ഈ വീട് കിടക്കുന്നത്, എന്തൊരു കഷ്ടമാണ്. ഓഫീസിൽ ജോലി കഴിഞ്ഞ് ഇങ്ങനെ കാണണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ. എവിടെ പോയി അവള്, നിങ്ങളുടെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പിന്നെയാ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എത്തിയപ്പോ തിന്ന എച്ചുപാത്രം മുഴുവൻ അവിടെ തന്നെ കിടക്കണം. അടുക്കളയിൽ എത്തി നോക്കിയപ്പോൾ അവിടെ ആകെ അലങ്കോലായി കിടക്കുന്നു. ബെഡ്റൂമും ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. അതായത് അവർ വിരിച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾ ഇവിടെ എവിടെ പോയി എന്നുള്ളത്. അപ്പം അയാളുടെ മനസ്സിലൊരു ചെറിയൊരു ഇത്, അവൾക്ക് വല്ല വയ്യായും വന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം മക്കളോട് തോന്നി, അമ്മ എവിടെ, അമ്മ ഇവിടെ ഉണ്ടച്ചാ, ഏതെങ്കിലും മുറിയിലുണ്ടാകുന്നു. അപ്പം പോയിട്ട് ഇയാൾ നോക്കിയപ്പോൾ ഒരു മുറിയിൽ ഇരുന്നിട്ട് സുഖമായിട്ട് നോവൽ വായിച്ചോണ്ട് കിടക്കുകയാണ്. ആര്, ഭാര്യ. അപ്പോൾ അയാൾക്ക് അങ്ങോട്ട് വന്നു ദേഷ്യം. അല്ല, നീ എന്തായി കാണിക്കുന്നത്, വീടാകെ തലകീഴായിട്ടാണ് കിടക്കുന്നത്, വീട്ടിൽ യാതൊരു അടുക്കും ചിട്ടയില്ല, എന്താ എൻ്റെ വീട് തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക, നീ ഇവിടെ നോവൽ വായിച്ച് കിടക്കുകയാണോ. അപ്പോൾ അവർ ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല
ഞാൻ ദിവസം അവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഗേറ്റൊക്കെ അടച്ചു കിടക്കും, നിങ്ങളുടെ മക്കൾ നല്ല നല്ല വസ്ത്രമൊക്കെ ഇട്ട് വൃത്തിയായിട്ടിരിക്കും. ഹാളിൽ വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷം അവിടെ നിങ്ങൾ വന്നതും കാണുമ്പോൾ. അതുപോലെ ഡൈനിങ് ടേബിളിൽ യാതൊരു അഴുക്കും ഇല്ലാതെ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്ത് ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൗസ് വൈഫ് എന്താണ് വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അവിടെ ഇവിടെ വെച്ചുണ്ടാക്കി എന്താ പത്ര പണി വീട്ടിലെന്ന് തോന്നില്ലേ? ഇന്ന് ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്നുള്ളൂ, അപ്പോഴേക്കും നിങ്ങളുടെ വീട് തലകീഴായി മറിഞ്ഞു അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന്? നിങ്ങളൊരു 4 ദിവസം നിങ്ങളുടെ ഓഫീസിൽ പോയില്ല എന്ന് വെച്ചാലും നിങ്ങളുടെ ജോലി വേറെ ആരെങ്കിലും ചെയ്യും, അതവിടെ കിടക്കില്ല. നിങ്ങൾക്ക് വയ്യ 4 ദിവസം ഞാൻ ഓഫീസിലേക്ക് ലീവ് ഇട്ടു എന്ന് പറഞ്ഞാൽ ആ ജോലി ആരെങ്കിലും ചെയ്യും. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയാണോ? ഞാൻ ഒരു ദിവസം എന്നിട്ടും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കും മുടക്ക് വരുത്തിയിട്ടില്ല. ആ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചു. ആ ഭക്ഷണം മക്കൾക്ക് നിങ്ങൾക്ക് കഴിക്കണം എന്നുള്ളതിനും ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചു. മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ കയ്യെത്താറുള്ളൂ. ആ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഒരു വീട്ടമ്മയുടെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അയാളാകെ ചമ്മി നാണം കെട്ട് തലപൊടിച്ചു നിന്നു. അപ്പം ആലോചിച്ച് നോക്ക്, ഈ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ എത്ര വിലകേടൊന്നല്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരു പണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ പണിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഹൗസ് വൈഫ് വീട്ടമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീടിനെ സംരക്ഷിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. കിച്ചണിൽ പണിയെടുക്കണം, എന്താ പറയുക, ഒരു കുറച്ച് മല്ലിയില, ഒരു പാചകക്കാരിയാണ്, വീട് വൃത്തിയാക്കുന്ന ഹൗസ് കീപ്പറാണ്, പാത്രം കഴുകണം. ഇതെല്ലാം കഴിഞ്ഞ് ഏത് ലൈറ്റ് കത്തിയിരിക്കുന്നുണ്ട്, ഏത് ലൈറ്റ് ഫാന് തിരിഞ്ഞും കൊണ്ടുണ്ട്, ഇതെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നോക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ലോണ്ടറിയുടെ പണിയും കൂടി എടുക്കണം. വാഷിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണം. ഓരോ സാധനങ്ങളുടെ എവിടെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്യണം. അപ്പോൾ ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒന്നല്ല, ഒരുപാട് പണികൾ എടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാണ്ട് വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ വീട്ടമ്മമാർ അവർ തന്നെയാണല്ലോ എന്നും ഭക്ഷണം ഉണ്ടാക്കണത്. അതുകൊണ്ട് ഈ വീട്ടമ്മമാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ അറിയോ, ചിന്തിക്കേണ്ടത്. പക്ഷേ എല്ലാവരും ചിന്തിക്കാറില്ല, ചിലരത് ചിന്തിക്കാറുണ്ട്. എന്നാൽ എല്ലാവരും ചിന്തിക്കാണ്ടിരിക്കില്ല കേട്ടോ. ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിക്കാത്തവരുണ്ട്. എന്താ അറിയോ, അവരെന്നും ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല അടുക്കളയിൽ. അപ്പോൾ ഇതിൻ്റെ ഈ മണവും മസാലയുടെ മണമൊക്കെ കേട്ട് അവരുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കഴിക്കാൻ വല്ലാത്തൊരു മടിയായിരിക്കും. എന്ന് വെച്ചാൽ എന്നും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ അരിഞ്ഞ് ഞാൻ മസാല ഇട്ട്, അത് പച്ചക്കറി ആയാലും മീനായാലും ഇറച്ചിയായാലും അവനവൻ്റെ കൈരുചി തന്നെ അവനവൻ തന്നെ കഴിക്കുമ്പോൾ അവർക്കൊരു കൊതി ഉണ്ടാവും. ആരെങ്കിലും ഒരു ഇത്തിരി ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ, അത് രുചിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഒരു പാർസൽ കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ, അല്ലെ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകാറുണ്ട് ചില വീട്ടമ്മമാർക്ക്. അല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് ആര് ചെയ്യണം? അവർ പറഞ്ഞ് നമ്മൾ ചെയ്യരുത്, നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അവരത് വന്നിട്ട് നമ്മളോട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു പറയാൻ ഒരു മടി ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഇവിടെ ഇത്ര ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ കഴിക്കുന്നത് ചോദിച്ചാലോ? അത് നാണക്കെടല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ലേ എന്ന് കളിയാക്കിയാലോ? അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവരറിയാതെ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ നാക്ക് ചത്ത പോലെ ആയിണ്ടാവില്ലേ? സത്യമല്ലേ? അവനവൻ്റെ കൈപ്പുണ്യം കഴിച്ച് അവനവൻ്റെ മതിയായിണ്ടാവും. എന്തെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുക, എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുക്കുക. കാരണം നമ്മളെല്ലാം ജീവിതത്തിൽ ഒരു ബിസിനസ്സോ ഒരു പണിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പണികൾ ഒരുമിച്ചെടുക്കുന്ന ഒരാളുടെ പേരാണ് ഹൗസ് വൈഫ്. നിങ്ങളുടെ വീട്ടമ്മ എന്ന് പറയുന്ന ഈ വീട്ടമ്മ എന്ന് പറയുന്ന സംഭവത്തിനെ എത്ര നമ്മൾ ബഹുമാനിച്ചാലും എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവില്ല. ഡോക്ടറിൻ്റെ പണിയെടുത്താൽ മതി, കളക്ടറിൻ്റെ പണിയെടുത്താൽ മതി, അല്ലേ, ടീച്ചറിൻ്റെ പണിയെടുത്താൽ മതി. പക്ഷേ ഒരു വീട്ടമ്മയ്ക്ക് ഒരു പണിയിൽ ഒതുങ്ങില്ല. മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, അടക്കള നോക്കണം, മിറ്റം നോക്കണം, വീട് നോക്കണം, കള്ളന്മാർ കയറി വരുമോ നോക്കണം, ഭർത്താവ് ഏത് സമയത്ത് വരുമെന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഒരുമിച്ച് ഒരുപാട് പണിയെടുത്ത് ഒരു കുറച്ച് വയസ്സാവുമ്പോഴെങ്കിൽ പാവം ഒരുപാട് വയസ്സായ പോലെ ഉണ്ടാവും. വീട്ടിൽ സന്തോഷിപ്പിക്കാനും സംസാരിക്കാനും അവൻ്റെ ബുദ്ധിമുട്ടുകൾ ചോദിക്കാനും തോളത്തൊരു കൈ വയ്ക്കാനും ആശ്വസിപ്പിക്കാനും ഒരു ഫ്രണ്ടിനെ പോലെ കാണാനും മക്കളും ഭർത്താവും ആരും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വയസ്സായിട്ട് മുരടിച്ച് പോയതായില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, എന്ത് പറ്റി ഇങ്ങനെ ആയിപ്പോയല്ലോ ചോദിക്കും. ആയിപ്പോവും. കാരണം എന്താ പറയുക, 4 ചുമരുകൾക്കുള്ളിൽ ഇതാണ് ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാർ അങ്ങനെ ആയിപ്പോവും. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും അവർക്ക് ആകെയുള്ളൊരു സന്തോഷം എന്താ പറയുക, വെച്ച ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയുക. 4 ആൾക്കാരെ മുമ്പത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഭാര്യ നന്നായി ഭക്ഷണം വയ്ക്കും, എൻ്റെ അമ്മ നന്നായി ഭക്ഷണം വയ്ക്കും, ഈ വീട് സംരക്ഷിക്കുന്ന മുതലാളിയാണ്. അങ്ങനെ ഒരു വാക്ക് എന്ത് രസമായിരിക്കും അല്ലേ? ഈ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ബഹുമാനമായിട്ട് തോന്നുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടുത്തെ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മഹാലക്ഷ്മിനെ പോലെ അവർ കാണുക. അവർ വിളിക്കുന്ന വിളി കേട്ടില്ലേ അമ്മ? അവർ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്.
അതുപോലത്തെ റെസ്പെക്റ്റ് ചില വീടുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീട്ടിൻ്റെ ഉടമസ്ഥ, ഇവളില്ലെങ്കിൽ ഈ വീടില്ല എന്നൊരു വാക്ക് കേൾക്കാൻ ചിലപ്പോൾ അവർ കുതിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദ മീനിങ് ഓഫ് ഹൗസ് വൈഫ് എന്ന് വെച്ചാൽ ഒന്നിൽ ഒതുങ്ങാത്തത്. ഒരു കടലിൽ എത്രത്തോളം മുത്തുച്ചിപ്പികളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത്രത്തോളം പണികളെടുത്ത് ഒരു പരിഭവം പറയാതെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയുടെ പേരാണ് ഹൗസ് വൈഫ്. ദ മീനിങ് ഓഫ് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പേജിൽ നിറയ്ക്കാൻ പറ്റില്ല. എൻ്റെ ഒരു വാക്കും കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. പറ്റുമോ? അതുപോലെ ഞങ്ങള് ചിപ്പങ്ങളൂർ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ നേരിട്ടൊരു വീടുണ്ടായിരുന്നു, കവിത, അവരുടെ ഭർത്താവ് മൂർത്തി. അപ്പൊ എന്തറിയോ, അവരുടെ ഭാര്യ ഒരാഴ്ച അവരുടെ വീട്ടിൽ പോയി. വളരെ നന്നായി വീട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ് അവര്. അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് അവർ വൃത്തിയാക്കാണ് ഭർത്താവ്. അപ്പം അതിൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു പെൺകുട്ടി ചോദിച്ചു, അതെ എന്താ നിങ്ങളൊന്ന് വീടൊക്കെ ഭയങ്കര വൃത്തിയാക്കുന്നുണ്ടല്ലോ. അപ്പറയാ, ഇന്ന് കവിത വരും, അവിടെ എന്ത് കണ്ണാടി പോലെയാണ് വീട് വെക്കുക. അവള് വരുമ്പോൾ അവൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ടേ, അവളുടെ വീട് ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് ഞാൻ വൃത്തിയാക്കുകയാണെന്ന്. എത്ര നല്ല ഭർത്താവാണ് നോക്കി. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഇന്നത്തെ. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടെ സംസാരിക്കാൻ എവിടെയെങ്കിലും കുറച്ച് പേര്, ഒരുപാട് പേരൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഒരു ദിവസം അമ്മയായാലും ഭാര്യയായാലും ഒരു ദിവസം റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ 4 പാത്രം 2 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഏതാണ്ട് വയ്യാണ്ടായിട്ട് പറയും, എങ്ങനെ സാധിക്കുന്നു നിങ്ങളോടൊക്കെ എന്ന് പറയും. നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പറയും, പെട്ടെന്ന് എണിച്ച് നടന്നോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടിലാവുമെന്ന് പറയുന്ന ആൾക്കാർ പറയും വീട്ടമ്മയുടെ വില എന്താണെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ കഷ്ണാക്കിയാലാണ് ഇത് ഉടയാണ്ട് ഇതുപോലെ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ണാക്കിയതിൻ്റെ നിനക്ക് മനസ്സിലായോ? കണ്ടോ? അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോയില്ലേ? അപ്പോൾ ഇത് അധികം മസാലയൊന്നും ഇല്ലാണ്ട് ഈ വേനൽക്കാലത്തൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മീൻ വറുത്തതോ ഓംലെറ്റോ എന്തെങ്കിലും ഒരു സൈഡ് എന്തെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് മസാലയുള്ള ഫുഡൊന്നും കഴിക്കാതെ ഇതുപോലുള്ളതൊക്കെയാണ് ചിലർ കഴിക്കുക. അപ്പോൾ അതിന് ആ ഓർമ്മയിൽ ഞാനിന്ന് ഇതുണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിച്ചു. ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുറേ അക്ഷരം കൊണ്ട് എഴുതിയിട്ടും ആർക്കും മനസ്സിലാവാത്ത, എന്നെന്നും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലൊരു ഹൗസ് വൈഫ്, ഒരമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യമുള്ള, സന്തോഷമുള്ള, എല്ലാം നിറഞ്ഞൊരു കുടുംബം ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മളിതൊന്നും ഒരക്ഷരം കൊണ്ട് എഴുതിയാൽ തീരില്ല, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കൊണ്ട് പറഞ്ഞാൽ തീരില്ല, അല്ലെങ്കിൽ 2 വാക്കും കൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ മഹത്തായ സംഭവമാണെന്ന് പറഞ്ഞാലും തീരില്ല. ഒരു ദിവസം അവരായി നോക്കണം, ആ സ്ഥാനത്ത് നിന്ന് നോക്കണം. അന്ന് ബഹുമാനത്തോടെ കൈതൊഴുത് പറയും, നിങ്ങളാണ് ഹൗസ് വൈഫ്. ദ മീനിങ് ഓഫ് ഹൗസ് വൈഫ് എന്താണെന്ന് അറിയണമെങ്കിൽ, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം നിങ്ങളതായി മാറണം, അല്ലേ? അപ്പോൾ അഭിമാനത്തോടു കൂടി ഏത് വ്യക്തിയുടെ മുമ്പത്തും തലയുയർത്തി നിൽക്കാൻ പറ്റിയ ഒരു പേരാണ് ഹൗസ് വൈഫ്, വീട്ടമ്മ, അല്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിൾ കറി കേട്ടോ. ഇത് കൂട്ടി ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നില്ലെങ്കിൽ മീൻ വറുക്കും അല്ലെങ്കിൽ മുട്ട, അത് കൂട്ടിയിട്ട് ചോറുണ്ടാ വേണമെങ്കിൽ വരും കേട്ടോ. എന്താ അറിയോ, വേലക്കാലത്ത് ഇങ്ങനെയൊക്കെ കഴിക്കാൻ നല്ലത്. ഒരുപാട് മസാല ഫുഡ് കഴിച്ച് വയ്യാണ്ടാവും. ആയിക്കോട്ടെ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? പച്ചമുളകും ഉള്ളി പോലും ഇട്ടിട്ടില്ല, വെളുത്തുള്ളി, ഉള്ളി ഒന്നുമില്ല. പച്ചമുളക്, മല്ലിയില, പിന്നെ ആരോഗ്യത്തിന് നല്ല സാധനമാണ് കറിവേപ്പില, മല്ലിയിലൊക്കെ. അതും ഇട്ട് ഇത്ര പച്ച തക്കാളി ആണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ബായ്, ഒരിക്കൽ കൂടി.